അവരുടെ കാലഘട്ടത്തിലും ഇങ്ങനെ സമ്പ്രദായം ഇല്ല. ഇനി എന്നാണ് തുടങ്ങിയത്? ഇതേ പള്ളി ദർസിൽ ഓതുന്ന കിതാബിൽ പറയാണ്, വഅവ്വലു മൻ അഹദസഹു മിനൽ മുലൂക്കിൽ മലിക്കുൽ മുനഫർ അബൂ സഈദ് സാഹിബ് ഹിർബൽ. നിന്റെ പകല്ലട്ടോ, കിതാബിലുള്ള കാര്യങ്ങളായി പറയുന്നത്. ഇത് മുദഫർ എന്ന് പറയുന്ന ഈജിപ്തിൽ ഭരിച്ചിരുന്ന മുദഫർ രാജാവിന്റെ കാലത്ത് ഉണ്ടാക്കിയതാണ്. ഏത്? ഈ മൗലിദ്. അത്തൻവീറു ഫീ മൗലിദിൽ ബശർ എന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരുപാട് കഥാപ്രസംഗം പോലെ കുറെ പാട്ടും കുറെ പറച്ചിലും, അതാണ് മൗലിദ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചു തേടിക്കൊണ്ടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ ഒരുപാട് സ്ഥിരപ്പെടാത്ത കഥകൾ ആരോപിച്ചുകൊണ്ടും എന്തിനേറെ പറഞ്ഞു അവസാനം പഴച്ചു പോകുന്ന ഒരുപാട് കുഫ്രൻ കഥകൾ വരെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പോരിശ എന്ന് പറഞ്ഞ് കുത്തി നിറച്ച ഒരു അന്ധവിശ്വാസത്തിന്റെ മാറാപ്പാണ് അത്തൻവീറു ഫീ മൗലിദിൽ ബശർ എന്ന് പറയുന്ന ഷിയാക്കളിലൂടെ കടന്നു വന്നിട്ടുള്ള ഈ മൗലിദ്. ഈ മൗലിദില് മുദഫർ രാജാവിന്റെ കാലത്താണ് ഇതിന് നിർമ്മാണം എന്ന് വ്യക്തമായി പറയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ടാണ് ദക്ഷിണ കേരള ജംഇയ്യത്തുൽ ഉലമയുടെ വാഇലായ തഴവ മുഹമ്മദ് കുഞ്ഞു മുസ്ലിയാർ രചിച്ച അൽ മവാഹിബുൽ ജലിയ എന്ന ബൈത്ത് കിതാബ്, ആ ബൈത്ത് കിതാബിൽ പോലും, പള്ളി ദർസിലുള്ള കിതാബാണ്, ആ ബൈത്ത് കിതാബിൽ പോലും ഞാൻ ഈ പറഞ്ഞ കാര്യം പാട്ടായി പഠിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ഹദീസിന്റെ പിൻബലത്തിൽ പറഞ്ഞു, ഖുർആനിന്റെ പിൻബലത്തിൽ പറഞ്ഞു, സ്വഹാബത്തിന്റെ മാർഗം പറഞ്ഞു, ഷാഫി മദ്ഹബിലെ ഗ്രന്ഥവും പറഞ്ഞു. എന്നിട്ടും ചില ആളുകൾക്ക് തിരിയൂല. കാരണം എന്താ? ആയത്തും ഹദീസ് ഇബാറത്തൊക്കെ പറഞ്ഞാലും വല്ല പാട്ടുണ്ടോ എന്നാ നമുക്ക് നോക്കാന്നാണ്. എന്നാ പാട്ട് നോക്കിയിട്ട് എടുക്കണമല്ലോ, അതും കേട്ടോളി. എന്താണ്? മലിക്കുൽ മുദഫർ ധീരനായൊരു രാജനാം, ഹിർബിൽ ഭരിച്ചവനാണ് ബന്ദർ മിഷ്ടന, മൗലീദ് കഴിക്കുന്നന്ന് ആടയ്യായിരോ, പൊരിക്കുന്നതാണ് കോഴിയും 10,000. മലിക്കുൽ മുദഫർ ധീരനായ ഒരു ഖലീഫയാ രാജാവാണ്. അദ്ദേഹത്തിന്റെ ഭരണകാലത്ത് 6,000 കോഴി 10,000 ഒക്കെ പൊരിച്ച് റസൂലുള്ളാഹിന്റെ പേരിൽ ജന്മദിനം മൗലിദ് കൊണ്ടാടി. ഉലമാക്കൾ അനവധി ഹാജറായി എന്ന്. ആരാ ഉലമാക്കള്? അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിൽ ഉലമാക്കൾ ആരാ? അൽ ഉലമാഉ വറസത്തുൽ അംബിയാ. അംബിയാക്കളുടെ അനന്തരഗാമികളാണ് ഉലമാക്കൾ. ആ ഉലമാക്കളല്ല, ഇത് സൂഫിയാക്കളാണ്. അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ കൃത്യമായ അഖീദയിൽ നിന്നും വിശ്വാസത്തിൽ നിന്നും പിഴച്ചുപോയ ശിയായിസത്തിന്റെ ഭാഗമായ ആളുകളാണ്. അവരെ കൊണ്ടുവന്ന് വലിയ സുന്നത്തി ജമാഅത്താക്കിയിട്ട് അക്കാലത്ത് മുദഫർ രാജാവ് കൊണ്ടാടിയ പരിപാടിയാണിത്. ആരാ പറഞ്ഞത്? തഴവ ഉസ്താദ്. അവിടുത്തെ മവാഹിബുൽ ജലിയ എന്ന കിതാബ് പറയാം. അതുകൊണ്ടാണല്ലോ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 6,000 കോഴി 10,000 ഒക്കെ പൊരിക്കണമെന്നും ഇത് ഗംഭീരമായി ആഘോഷിക്കണമെന്നും പഠിപ്പിച്ച തഴവ ഉസ്താദ് തന്നെ ഈ കിതാബിൽ ആമുഖത്തിൽ അംഗീകരിച്ചു പോയെന്ത്? മൗലീദ് കഴിക്കൽ മുമ്പ് പതിവില്ലാത്തതാ, അത് ഹിജ്റ 300 ശേഷം വന്നതാ എന്നും സഹാബി പറഞ്ഞതായി കാണുന്നതാ, അത് ഹലവി 1-ാം ഭാഗമിൽ നോക്കേണ്ടതാ. സീറത്തുൽ അൽവിയ എന്ന ഗ്രന്ഥത്തില് ഇമാം സഖാവി പറഞ്ഞിട്ടുണ്ട് എന്ത്? ഇത് ഉത്തമരായ സ്വഹാബത്ത്, താബികൾ ഇവരെ കാലശേഷം വന്നതാണ്. അതാണ് കാല സഖാവി എന്നും പറഞ്ഞ് യാനത്ത് ത്വാലിബിൽ നിന്ന് ഞാൻ ഉദ്ധരിച്ചത്. അപ്പൊ ഞാൻ ഉദ്ധരിച്ച ഇബാറത്ത് നോണല്ല, കിതാബിലുള്ളതാണ്, അത് അങ്ങനെ തന്നെയാണ് എന്ന് ഈ ഒറ്റ ബൈത്തിലൂടെ അൽഹംദുലില്ലാഹ് ബോധ്യമായി. ഇത്രയും തെളിവുകൾ തന്നിട്ട് ഇനിയും തുറക്കാത്ത ഹൃദയങ്ങളെ തുറപ്പിക്കാൻ നമുക്ക് കഴിയൂല. ഉറക്കം നടിക്കുന്നവനെ ഉണർത്താൻ പണിയാണ്, ഉറങ്ങിപ്പോയ സാധുവിനെ തൊട്ടുണർത്താൻ പറ്റും. അല്ലാഹു തആല നാഫിയായ ഇൽമിനെ തരുമാറാകട്ടെ. ഹൃദയത്തിൽ അല്ലാഹു ഇൽമു സ്വാധീനം ചെലുത്തി കൊടുക്കുമാറാകട്ടെ. മുഅ്മിനുകളെ, പ്രിയപ്പെട്ടവരെ, ഇനിയും നിങ്ങൾക്ക് കേൾക്കണോ? വളരെ വ്യക്തമായി ഇമാം ഫാഖിയാനി എന്ന മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതനാണ്. ഇതൊന്നും മുജാഹിദ് മൗലവിമാരുടെ ശിഷ്യന്മാരല്ലല്ലോ, അല്ലെങ്കിൽ വഹാബികൾ എന്ന് പറഞ്ഞ് മുദ്രകുത്തപ്പെടുന്ന നേതാക്കന്മാരല്ലല്ലോ. ഇമാം ഫാഖിയാനിയോട് അക്കാലത്ത് ജനങ്ങൾ വന്നുകൊണ്ട് ചോദിക്കുന്നു, ഇതുപോലെ തർക്കമുണ്ടാ നാട്ടിലെന്താ? ഒരു വിഭാഗം പറയുന്നു അത് മൗലിദ് വളരെ പുണ്യകരമാണ്, ഒരു വിഭാഗം പറയുന്നു ആ ആഘോഷം ബിദ്അത്താണ്, പുണ്യകരമല്ല, അത് റസൂലിനോ സ്ഥിരപ്പെട്ടു വന്നിട്ടില്ല, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചുകൊണ്ട് മാലിക്കി മദ്ഹബിലെ പ്രഗൽഭനായ പണ്ഡിതന്റെ അരികിൽ വന്നപ്പോ ഫാഖിയാനി ഇമാം പറഞ്ഞു കൊടുക്കുകയാണ് എന്ത്? ലാ അഅലമു ലിഹാദൽ മൗലിദ് അസ്ലം ഫീ കിതാബിൻ വലാ സുന്നാ വലാ യുൻഖല്ലമഹു അൻ അഹദിൻ മിനൽ ഉലമാഇൽ ഉമ്മ.
ഈ മൗലിദിന് ഖുർആനിലോ സുന്നത്തിലോ തെളിവുള്ളതായിട്ട് ഞാൻ അറിയൂല. മാത്രമല്ല നമുക്ക് മാതൃകയാക്കാവുന്ന സ്വഹാബത്തിന്റെ പാതയിൽ അതില്ല. അല്ലദീന ഹുമുൽ ഖുദവത്തുദ്ദീനിൽ മുതമസ്സികീന ബിആസാരിൽ മുതഖദ്ദിമീൻ. മുൻഗാമികൾ സ്ഥിരപ്പെട്ടു വന്നതല്ല ഇത്. അതുപോലെ തന്നെ ആ പാത നമുക്ക് തന്ന ഇമാമുകളുടെ മാർഗത്തിലും ഇങ്ങനെ ഒരു സമ്പ്രദായം ഞാൻ കണ്ടിട്ടില്ല. ആരാ പറയുന്നത്? ഫാഖിയാൻ ഇമാം ആരോടാ പറയുന്നത്? ആ കാലഘട്ടത്തില് മൗലിദിന്റെ ഫത്വ ചോദിച്ചു വന്നവരോട് പറയാണ്. എന്നിട്ട് ഇമാം ഫാഖിയാനി പറഞ്ഞൊരു വാചകം കൂടെ ചിന്തിച്ചോ മുസൽമാന്. ബൽ ഹുവ ബിദ്ആ. ഇത് സാക്ഷാൽ സുന്നത്താണെന്നല്ല, ഊരി കിട്ടുന്നതാണെന്നല്ല. ബൽ ഹുവ ബിദ്ആ. ഇത് സാക്ഷാൽ പുത്തനാചാരമാണ്. അഹ്ദസൽ ബത്താനൂന. ഇത് നിർമ്മിച്ചത് ബാത്തിലിന്റെ ആളുകളാണ്. അതിനാ ഞാൻ പറഞ്ഞു മുദഫർ രാജാവിന്റെ കാലത്ത് നിർമ്മിക്കപ്പെട്ടത് ഹക്കിന്റെ ആളുകളാണ് അഹ്ലു സുന്ന. ബാത്തിലോ ഷിയാക്കൾ. അപ്പൊ ബാത്തിലിന്റെ ആളുകളാണ് എന്നാണ് ഷിയാക്കളിലൂടെ ഉണ്ടായതാണ്. മാത്രമല്ല പിന്നെ അഹ്ദസൽ ബത്താലൂന വശഹവത്തു റസുനി അതനാബിയല്ലകാരൂന. തീറ്റക്കൊതിയന്മാരായ ഷാപ്പാട്ട് രാമന്മാരുണ്ടാക്കിയതാണ് എന്ന് അതിന്റെ പച്ചമലയാളം. എന്റെ ഭാഷ അല്ല, എന്നോട് ദേഷ്യം പിടിക്കല്ല. അപ്പൊ മെയ്യടങ്ങാതെ ഉമ്മത്ത് മുസ്ലിമിന്റെ അജ്ഞതയെ ചൂഷണം ചെയ്യാൻ പ്രിയപ്പെട്ട മുഅ്മിനുകളെ അനവധി അനാചാരങ്ങൾ ഇസ്ലാമിന്റെ പേരിൽ നടമാടുന്നു. അതിൽ നിന്ന് ആ എട്ടുകാലി വലകളെ പോലെയുള്ള ദുർബലമായ കരാള ഹസ്തങ്ങളിൽ നിന്ന് നമ്മൾ രക്ഷപ്പെട്ടിട്ടില്ല എങ്കിൽ പ്രിയപ്പെട്ടവരെ നമുക്ക് രക്ഷപ്പെടാൻ കഴിയൂല. മരണാനന്തര ജീവിതം നമുക്ക് ദുരിതമായിരിക്കും. അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കുക എന്ത്, ഇത് നല്ലതല്ലേ എന്ന് വിചാരിച്ചുകൊണ്ട് നമ്മൾ കൊണ്ടുവരാൻ പാടില്ല. അപ്പൊ ചില ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണെന്ത്, നിങ്ങൾ ഈ മൗലിദ് 3 നൂറ്റാണ്ടിന് ശേഷമാണ് ഷാഫി ഇമാമിന്റെ പിൻബലല്ല, മദ്ഹബിന്റെ ഇമാമുകളൊക്കെ ഇത് വിദഅത്താന്ന് പറഞ്ഞിട്ടുണ്ട് എന്നൊക്കെ പറയല്ലോ. അപ്പൊ ചോദിക്കും, എന്തിനാണ് ഇവിടെ കള്ളുകുടിയന്മാരില്ലേ, ഇവിടെ പെണ്ണുപിടിയന്മാരില്ലേ, ഇവിടെ എത്രയെത്ര കൊലപാതകം നടത്തുന്നവരുണ്ട്, അടവിന് തൂക്കത്തിൽ കൃത്രിമം കാണിക്കുന്നവരുണ്ട്, ഏതൊക്കെ തരത്തിലുള്ള അധാർമിക പ്രവർത്തനങ്ങൾ ഇവിടെ നടക്കുന്നവരുണ്ട്, അവർക്കൊക്കെ നിങ്ങൾക്ക് നല്ലത് പറഞ്ഞു കൊടുത്തൂടെ? അള്ളാഹിന്റെ ഹബീബിന്റെ മദ്ഹ് പറയുന്ന ഞങ്ങളെ എന്തിനാ നിങ്ങൾ ചീത്ത പറയുന്നത്? ഇത് അവസാനത്തെ ആയുധം വെച്ച് കീഴടങ്ങുന്ന ഒരു വർത്താനാണ്. നമ്മൾ ആരും ചീത്ത പറഞ്ഞിട്ടില്ല. ഇവിടെ കള്ളുകുടിയന്മാരും അധാർമകാരികളും അനിസ്ലാമിക പ്രവണതകളും എല്ലാത്തിനും ക്യാമ്പയിനുകളും സിംബോസിയങ്ങളും സംരംഭങ്ങളുമായി വിസ്ഡം ഗ്ലോബൽ ഇസ്ലാമിക് മിഷൻ അൽഹംദുലില്ലാ വീട് വീടാന്തരം കയറിയിറങ്ങുന്നു, ഓഫീസുകളിൽ കയറിയിറങ്ങുന്നു, സ്ഥാപനങ്ങളിൽ കയറിയിറങ്ങുന്നു, വിദ്യാസമ്പന്നർ പ്രത്യേകം വിളിച്ചു ചേർക്കുന്നു, നിരക്ഷരരെ പ്രത്യേകം വേറെ വിളിച്ചു ചേർക്കുന്നു, തൊഴിലാളികളെ വേറെ വിളിച്ചു ചേർക്കുന്നു. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ്. ഈ ദഅവത്തിന്റെ ഉജ്ജ്വലമായ ഒരു കാലഘട്ടം റബ്ബ് നമുക്ക് നൽകിയിരിക്കുക. ഇവിടെ സഹോദരങ്ങളെ അത് നല്ല രൂപത്തിൽ നടക്കുന്നുണ്ട്. അപ്പൊ അതിൽ നിന്നും ഞങ്ങൾ പിന്തിരിഞ്ഞിട്ട് വെറുതെ ഇങ്ങനെ കുറ്റം പറയാൻ നടക്കാന്ന് വിചാരിക്കല്ല. ഇത് അടിസ്ഥാനപരമായ കാരണം എന്താ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്. ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ കാണാം, ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, ബുഖാരിയും മുസ്ലിമും സംയുക്തമായി ഉദ്ധരിക്കുന്ന മുത്തഫഖ് അലൈഹിയാണ്. ഖുർആൻ കഴിഞ്ഞാൽ പിന്നെ അഹ്ലുസുന്നത്തി വൽ ജമാഅത്തിന്റെ പണ്ഡിത കേസരികൾ മുസ്ലിം ലോകം മുഴുവനും അംഗീകരിക്കുന്നതാണെന്ത്? സ്വഹീഹുൽ ബുഖാരി അല്ലേ? ഇമാം മുസ്ലിമിന്റെ സ്വഹീഹ് രണ്ടും കൂടി ഒരുമിച്ച് വന്നാൽ പിന്നെ കണ്ണും ചിമ്പി വിശ്വസിക്കാം. സമീന വതഅന ഇൻഷാ അല്ലാഹ് അല്ലേ? അത്ര പ്രബലമായ ഹദീസിലുള്ള ഒരു കാര്യം കേട്ടോ, ഇതിന്റെ ഗൗരവം പറയാനാണ്. ഏത്? ഈ മദ്ഹല്ലേ, ഇത് നല്ലതല്ലേ, ഇത് റസൂലുള്ളാഹിന്റെ പേരിലുള്ളതല്ലേ, സ്വലാത്ത് പറയലല്ലേ, മദ്ഹ് പറയലല്ലേ, ആ ദിവസം ആഘോഷിക്കലല്ലേ എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ. ബിദ്അത്താ ചെയ്യുന്നത്. ബിദ്അത്ത് ചെയ്താൽ അതിന്റെ ഗൗരവം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. എന്താ? റസൂലുള്ളാഹി പറയാണ്, ഇന്നി ഫറത്തുകും അലൽ ഹൗദി മൻ മറ അലയ്യ ശരിബ ഫമൻ ശരിബ ലം യദ്മഉ അബദാ. മഅ്ശറയിൽ ഞാനിതാ ഉയർത്തെഴുന്നേൽപ്പ് നാളാകുന്ന മഅ്ശറയില് മുസ്ലിമേ, ഉമ്മത്ത് മുസ്ലിമേ, നിങ്ങളെല്ലാവരും മഅ്ശറയിൽ എത്തുന്നതിന് മുമ്പ് അല്ലാഹു തആല നിശ്ചയിച്ച പാലിനേക്കാൾ വെളുപ്പുള്ളതും തേനിനേക്കാൾ മധുരമുള്ളതും കസ്തൂരിയേക്കാൾ സുഗന്ധമുള്ളതുമായ ഹൗദുൽ കൗസർ എന്ന പാനീയത്തിന്റെ അരികിൽ ഞാൻ വരുന്നതാണ്. അവിടെ ഞാൻ അതിന്റെ ചാരത്ത് നിൽക്കുന്നതാണ്. ആ സ്വർഗത്തിലെ സ്വർണത്തിലെ മുത്തുകൊണ്ട് നിർമ്മിച്ച സ്വർണ്ണക്കോപ്പയുണ്ട്. ആ കോപ്പ കൊണ്ട് ഹൗദുൽ കൗസർ പാനീയം ഞാൻ മുക്കി കൊടുക്കുന്നതാണ്. അതൊരു തവണ ആരെങ്കിലും കുടിച്ചാൽ 1 മൈൽ സൂര്യന്റെ താഴെ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ 50,000 കൊല്ലത്തെ ദൈർഘ്യമാണല്ലോ റബ്ബേ. ആ മഅ്ശറയില് ഒരൊറ്റ കൊല്ലവും നിന്നാലും എത്ര 50,000 കഴിഞ്ഞാലും അവർക്ക് ദാഹമുണ്ടാവുകയില്ല. ആ വെള്ളം കുടിക്കാനുള്ള തൗഫീഖ് അല്ലാഹു നമുക്കൊക്കെ നൽകുമാറാകട്ടെ. കാരണം അത് കുടിച്ചാൽ പിന്നെ അവന് ദാഹമുണ്ടാവൂല.
അതിങ്ങനെ കോരിക്കൊടുക്കുന്ന സമയത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണെന്ത്, ഒരു വിഭാഗം ആളുകൾ അതാ ദൂരെ ഇങ്ങനെ മാറി നിൽക്കുന്നു. എനിക്കവരെ മനസ്സിലാകും, അവർക്ക് എന്നെയും തിരിച്ചറിയും. ഞാൻ നബിയാണെന്ന് അവരെ മനസ്സിലാക്കും, എൻ്റെ ഉമ്മത്താണവരെന്ന് ഞാനും അവരെ മനസ്സിലാക്കും. അങ്ങനെ ഞാൻ അവരെ മാടി വിളിക്കും. ആ മാടി വിളിക്കുമ്പോൾ എനിക്കും അവർക്കും ഇടയിലതാ അല്ലാഹു തആല ഒരു മറ നീക്കുകയാണ്, ഒരു ഷട്ടറിടുകയാണ്, ഒരു തടസ്സം അല്ലാഹു ഏർപ്പെടുത്തുകയാണ്. ആ സമയത്ത് ഞാൻ അല്ലാഹുവോട് വിഷമിച്ച് പറയും, ഇന്നഹും മിന്നീ, അവരെന്റെ ഉമ്മത്താണ് അല്ലാ, അവരെ ഇങ്ങോട്ടൊന്ന് കിടത്തിവിടണേ, ഞാൻ അവർക്ക് ഈ ഔദുൽ കൗസർ എന്ന പവിത്രമായ പാനീയം കൊടുക്കട്ടെ റബ്ബേ. ആ സമയത്ത് അല്ലാഹു തആല നബി തങ്ങളോട് പറയുമോ, റസൂലേ ഇന്നക ലാ തദ്രി മാ അഹ്ദസു ബഅദക്, താങ്കൾക്ക് ശേഷം ഈ ദീനിൽ എന്തൊക്കെ പുത്തനാചാരങ്ങളാണ്, പുതിയതാണ് അവർ കൊണ്ടുവന്നതെന്ന് താങ്കൾ അറിഞ്ഞിട്ടില്ല നബിയേ. ബിദ്അത്തിന്റെ അഹ്ലുകാർക്ക് നാളെ മഹ്ശറയിൽ നൽകുന്ന നിന്ദതയാണ്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. മുഅ്മിനുകളെ, ഹൗദുൽ കൗസറിന്റെ ചാരത്ത് പോലും വരാൻ കഴിയാതെ അല്ലാഹു മറയിട്ടുകൊണ്ട് തടയുകയാണ്. ഈ സമയത്ത് റസൂലുള്ളാഹി അവരെ നോക്കിക്കൊണ്ട് പറയും, സൂഖം വസൂഖാ ലിമൻ ഗയ്യറ ബഅദീ, എന്റെ കാലശേഷം ദീനിനെ കേടുവരുത്തിയവരെ, ബിദ്അത്തുകാരെ, കടന്നു പോകൂ, നിങ്ങൾക്ക് വെള്ളമില്ല. അപ്പൊ സഹോദരങ്ങളെ, ഇത് കള്ളുകുടി പോലെ വിചാരം പോലെ ചെറിയ കാര്യ ആണോ? ഒരിക്കലുമല്ല. അതുകൊണ്ട് ഈ റെഡിമെയ്ഡ് മറുപടി ഉണ്ടല്ലോ, ഏത് ഇതൊക്കെ നല്ലതല്ലേ, ഇതിൽ ഏതാ ദീനിലില്ലാത്തത്? ലാസ്റ്റ് ചോദിക്കുകയാണ്, ദിക്ർ ദീനിലില്ലേ? ആ ഉണ്ട്. മദ്ഹ് പറയാന്നുള്ളത് റസൂലിന്റെ സ്വഹാബത്ത് ചെയ്തല്ലേ, ഖുർആന്റെ ശൈലിയല്ലേ? ആ ഉണ്ട്. അന്നദാനം കൊടുക്കാന്നുള്ളത് എത്ര നല്ല കാര്യമാണ്, ഖുർആനിലുള്ളതല്ലേ, ഹദീസിലുള്ളത്? ആ ഉണ്ട്. പിന്നെ എല്ലാവരും കൂടെ ഒരുമിച്ച് കൂടുക എന്നുള്ളത് നല്ല കാര്യമല്ലേ? അതേ, നല്ല കാര്യമാണ്. പിന്നെ ഇപ്പം ഇതിൽ ഏതാ തെറ്റായ കാര്യം? ഇതൊക്കെ തന്നെയല്ലേ ഞങ്ങൾ ചെയ്യേണ്ടത് എന്നാണ്. ഇത് ഏതുപോലെ ചോദിച്ചാൽ, പണ്ടൊരു തേങ്ങ മോഷ്ടാവ് കോടതിയിൽ പിടിക്കപ്പെട്ടു അല്ലേ? അവസാനം കൂട്ടിലിരുന്ന് ജഡ്ജി കുറ്റം വിധിക്കുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട കോടതിയോട് എനിക്കൊരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞു. കോടതി പറഞ്ഞു, ജഡ്ജി പറഞ്ഞു, പറയൂ കേൾക്കട്ടെ. സാറേ, തെങ്ങിൽ കയറുക എന്നത് കുറ്റമാണോ? ജഡ്ജി പറഞ്ഞു, ഒരിക്കലും തെങ്ങിൽ കയറുക നിയമപരമായ കുറ്റമല്ലല്ലോ. തെങ്ങിൽ കയറിയിട്ട് തേങ്ങ എങ്ങനെ പിരിക്കുക എന്നത് കുറ്റമാണോ എന്ന് ചോദിച്ചു. അല്ല, തെങ്ങിൽ കയറിയാൽ തേങ്ങ പിരിക്കൽ കുറ്റമല്ലല്ലോ. ആ പിരിച്ച തേങ്ങ താഴെയിടൽ കുറ്റമാണോ എന്ന് ചോദിച്ചു. അല്ല, കുറ്റമല്ല. അങ്ങനെ ഇറങ്ങി വന്ന ആ തേങ്ങ എടുത്ത് വീട്ടിൽ കൊണ്ടുപോകൽ കുറ്റമാണോ? അല്ല. അത് പൊളിച്ചിട്ട് അതുകൊണ്ട് ചിരവിയിട്ട് ആ തേങ്ങ കൂട്ടി ഒരു കറി ഉണ്ടാക്കൽ കുറ്റമാണോ? അല്ല. ചോറ് ഉപയോഗിച്ചത് കഴിക്കൽ കുറ്റമാണോ സാറേ? അല്ല. പിന്നെ എന്ത് കുറ്റമാണ് സാറേ ഞാൻ ചെയ്തത്? ആരാന്റെ തെങ്ങുമലാക്ക് അന്യന്റെ തെങ്ങുമല കയറി, അതവിടെ കുറ്റം. ദിക്റല്ലേ, ദുആല്ലേ, ചോറെടുക്കലല്ലേ, മദ്ഹല്ലേ ആണ്. ഇതെല്ലാം കൂടെ റബീഉൽ അവ്വൽ മാസത്തിൽ ചെയ്യൽ ലൈലത്തുൽ ഖദറിനേക്കാൾ പുണ്യമാണ്, 2 പെരുന്നാളിനേക്കാൾ പോരിശയാണ്. ഇത് ചെയ്യാത്തവൻ ഇബ്ലീസിന്റെ സന്തതിയാണെന്നൊക്കെ പറയാൻ എവിടെ തെളിവ്? അതാണ് ദീനിൽ തെളിവാണെന്ന് പറഞ്ഞത് അല്ലേ? നല്ലതാണെന്നും പറഞ്ഞിട്ട് കൊണ്ടുവരാൻ പറ്റും. അതിനാണ് ഞാൻ പറഞ്ഞത്, എന്ത് ഒരു വാക്യം പറഞ്ഞു വെച്ചിട്ട് ആ വിഷയത്തേക്ക് പോകുന്നത്. ഇമാം നബവി റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹത്തിന്റെ അൽ അദ്കാർ എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഒരു അധ്യായം തന്നെ കൊടുത്തിട്ടുണ്ട്. എന്താ അധ്യായം? ബാബു ഉദൂവിന്റെ അധ്യായമാണ്. അതിൽ ഉദൂവിന്റെ പോരിശ പറയുന്നിടത്ത് ഉദൂവിന്റെ അവയവങ്ങൾ കഴുകുമ്പോൾ, അതായത് ഉദൂവിന്റെ വെള്ളം കൊണ്ട് ഉദൂവിന്റെ അവയവങ്ങൾ കഴുകുമ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തിട്ടില്ല? പ്രത്യേകമായി ഓരോ അവയവം കഴുകുമ്പോഴും പ്രത്യേക പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല. പക്ഷെ ചില ആളുകൾ ഉദൂവിന്റെ അവയവങ്ങൾ കഴുകുമ്പോൾ റെഡിമെയ്ഡായ ഒരു പ്രാർത്ഥന ഉണ്ടാക്കിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കിതാബിൽ ഇതെടുത്തു കൊടുക്കുകയാണ്. അതിൽ പറയുന്നത് എന്താ? ഹദഫ്തു ദുആഉൽ അഅ്ളാ ഇദ് ലാ അസ്ല ലഹു. ഉദൂവിന്റെ അവയവങ്ങൾ കഴുകുമ്പോഴുള്ള പ്രത്യേകമായി ഇവിടെ ഉന്നയിച്ച പ്രാർത്ഥനയെ ഞാൻ വലിച്ചെറിഞ്ഞിരിക്കുന്നു. അള്ളാന്റെ ഖുർആനുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ പ്രാർത്ഥനയാണ്, റസൂലിന്റെ ഹദീസുമായി ബന്ധപ്പെട്ടുണ്ടാക്കിയ പ്രാർത്ഥനയാണ്. ആരാ വലിച്ചെറിയുന്നത്? ഇമാം നബവി റഹ്മത്തുള്ളാഹി. കടുത്ത വഹാബിയാണെന്ന് പറയാൻ പറ്റുമോ? എന്നാ കേട്ടോളൂ. ഇമാം നബവി തങ്ങൾ പറയാണ് എന്തുകൊണ്ടാണ് വലിച്ചെറിയുന്നത് അറിയുന്നത്? ഇദ് ലാ അസ്ല ലഹു. അതിന് ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ തെളിവില്ല. അപ്പൊ എത്ര നല്ലതാണെന്ന് പറഞ്ഞാലും ഹദീസിന്റെ ഗ്രന്ഥങ്ങളിൽ ദീനിൽ സ്ഥിരപ്പെടാത്തതാണോ എങ്കിലത് മാറ്റൽ നിർബന്ധമാണ്. അത് മനസ്സിലാക്കാനാണ് അത് പറയാൻ പോകുന്നത്. കേട്ടോളൂ. പണ്ഡിതന്മാർ, വിവരമുള്ളവരുണ്ട്, മുത്തഅല്ലിമുകളുണ്ട്, എഴുതിയെടുത്തോളി, ചിന്തിക്കാനുള്ള അവസരം അങ്ങക്ക്. കേട്ടോളൂ. എന്താണ് ഇമാം നബവി തങ്ങൾ കൊടുക്കുന്ന ഗ്രന്ഥത്തിൽ? ആദ്യമായി വലത് കൈ കഴുകുമ്പോൾ എന്താണ്? അല്ലാഹുമ്മ യഹ്ഫദ്. ആദ്യമായി 2 കൈകളും കഴുകുമ്പോൾ അല്ലാഹുമ്മ യഹ്ഫദ് മിൻ മആസിക കുല്ലിഹാ,
ഒരു പ്രാർത്ഥന എന്താ? അല്ലാഹു എൻ്റെ കൈകൾ, ആ കൈകൾ കൊണ്ട് ഞാൻ പ്രവർത്തിക്കുന്ന എല്ലാ തെറ്റുകളിൽ നിന്നും നീ എന്നെ സംരക്ഷിക്കണേ അല്ലാ. അത് ചെയ്യാൻ വേണ്ടി ആദ്യം കൈ എഴുകുമ്പോൾ ഒരു പ്രാർത്ഥന, അല്ലാഹുമ്മ ഇഹ്ഫള് മിൻ മആസിക കുല്ലിഹാ. രണ്ടാമതായി വായിലേക്ക് വെള്ളം കുപ്പിക്കുമ്പോൾ അല്ലാഹുമ്മ അന്നി അലാ ദിക്രിക വ ശുക്രിക വ ഹുസ്നി ഇബാദതിക. അല്ലാഹുവേ നിന്നെ ഓർക്കാനും നിനക്ക് ദിക്ർ ചെയ്യാനും റബ്ബേ നിന്നെ സ്തുതിക്കാനും എനിക്ക് നീ തൗഫീഖ് നൽകണേ അല്ലാ. അതേപോലെ തന്നെ മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുമ്പോൾ അല്ലാഹുമ്മ അരിനീ റാഹിയത്തുൽ ജന്ന. എൻ്റെ മൂക്കിന് നീ സ്വർഗത്തിൻ്റെ വാസന ആസ്വദിപ്പിക്കണേ റബ്ബേ. ഇനി മുഖം കഴുകുമ്പോൾ അല്ലാഹുമ്മ തബിയൽ വജൂ, അല്ലാഹുമ്മ ബയ്യിൽ വജ്ഹി യൗമ തബിയൽ വജൂ വതസ്വദു വജൂ. ചില മുഖങ്ങൾ കറുത്തു പോകുന്ന മഹ്ശറയില്, ചില മുഖങ്ങൾ വെളുത്തു പോകുന്ന മഹ്ശറയില്. ഖുർആൻ പറഞ്ഞിട്ടുണ്ട്, ചില ആളുകളുടെ മുഖം മഹ്ശറയിൽ കറുക്കും, ചില ആളുകളുടെ മുഖം മഹ്ശറയിൽ വെളുക്കും. അപ്പൊ മഹ്ശറയിൽ ഒരുമിച്ച് കൂടുന്നവരില് മുഖത്തെ നീ, എൻ്റെ മുഖത്തെ നീ വെളുപ്പിക്കണേ അല്ലാ. നല്ല പ്രാർത്ഥന. കഴിഞ്ഞില്ല, കൈ വലത്തെ കൈ കഴുകുമ്പോൾ അല്ലാഹുമ്മ അത്നി കിതാബി ഫീ യമീനി ഹാസിബ്നി ഹിസാബൻ യസീറാ. അല്ലാഹുവേ മഹ്ശറയിൽ ഗ്രന്ഥം വിതരണം ചെയ്യുമ്പോൾ വലത് കൈയിൽ എൻ്റെ ഗ്രന്ഥം നീ നൽകണേ, എൻ്റെ വിചാരണ എളുപ്പമാക്കണേ അല്ലാ. മഹ്ശറയിൽ മുസ്ലിം വിശ്വാസികൾക്ക് നേർക്ക് നേരെ മലക്കൾ മുന്നിലൂടെ വന്ന് വലത്തെ കൈയിലാ നൽകുക എന്നും അവരുടെ വിചാരണ എളുപ്പമാകുമെന്നും ഹദീസും ഖുർആനും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ വലത്തെ കൈ കഴിയുമ്പോൾ അതിൽ യോജിച്ചൊരു ദുആ. ഇനി ഇടത് കൈ കഴുകുമ്പോൾ അല്ലാഹുമ്മ ലാ തുഅ്തിനി കിതാബി വലാ മിൻ വറാഇ ലഹ്രിഹി. അല്ലാ, ഇടത് കൈയിൽ എൻ്റെ ഗന്ധം നൽകല്ലേ, പിന്നിലൂടെ നൽകുന്നവരിൽ നീ എന്നെ പെടുത്തല്ലേ. മോശപ്പെട്ട മനുഷ്യന്മാർക്ക് പിന്നിലൂടെ വന്ന് മലക്കുകൾ ഇടത് കൈയിലാ നൽകുക. അപ്പൊ ഇടത് കൈ കഴുകുമ്പോൾ അങ്ങനെ ഒരു പ്രാർത്ഥന. ഇനി കഴിഞ്ഞില്ല, തല തടവുമ്പോൾ അല്ലാഹുമ്മ അരിം ശഹരി വബശരി അലന്നാർ. എൻ്റെ മുടിക്കും എൻ്റെ തൊലിക്കും നരകത്തെ തൊട്ട് റബ്ബേ നിന്നോട് ഞാൻ രക്ഷ ചോദിക്കുന്നു. നരകത്തിൽ നിന്റെ തൊലിയെയും മുടിയെയും നീ നിഷിദ്ധമാക്കണേ. നരകത്തിൽ എൻ്റെ തൊലിയും മുടിയും കിടന്ന് എരിയരുത് റബ്ബേ. ചെവി തടവുമ്പോൾ അല്ലാഹുമ്മ ജഅൽനി മിനല്ലദീന യസ്തമിഊനൽ ഖൗല ഫയത്തബിഊന അഹ്സനഹു. വാക്കുകളൊക്കെ ശ്രദ്ധിച്ചു കേട്ടതിൽ ഏറ്റവും നല്ലതിനെ പിൻപറ്റുന്നവരിൽ നീ എന്നെ പെടുത്തണേ അല്ലാ. ചെവി തടവുമ്പോൾ. ഇനിയോ കാല് കഴുകുമ്പോൾ അല്ലാഹുമ്മ സബ്ബിത് ഖദമി അല സിറാത്ത് യൗമ തസില്ലു ഫീഹിൽ അഖദാം. കാലുകൾ വഴുതിപ്പോകുന്ന വഴുവളുപ്പുള്ള, ആ വഴുവളുപ്പുള്ള മുടിനാരിനേക്കാൾ നേർമയുള്ള മൂർച്ചയുള്ള വാളിനേക്കാൾ മൂർച്ചയുള്ള ആ വഴുവതിപ്പോകുന്ന സൈഡ് ഭാഗത്ത് നരകത്തീകളും കൊക്കകളും വലിച്ചു തള്ളിയിടുന്ന സിറാത്ത് എന്ന പാലത്തിലൂടെ പോകുമ്പോ സബ്ബിത്ത് ഖദമി അല സിറാത്ത്, എൻ്റെ കാലിന് റബ്ബേ നീ ഖദമിനെ ഉറപ്പിച്ചു നിർത്തണേ. ഞാൻ ചോദിക്കട്ടെ ഉസ്താദന്മാരോട് വിനയത്തോടു കൂടി, ഈ ദുആക്ക് എന്ത് കേടങ്ങളെ ആരെങ്കിലും കണ്ടത്? മൂക്ക് കീഴ്പ്പെട്ടുള്ള ഒരു മുസൽമാൻ മദ്രസിന്റെ പഠിപ്പുര കാണാത്തവൻ വരെ പറയും 100, 101 ഗോപിൻ എന്താണ് പവൻ മാറ്റി ദുആണത് അല്ലേ? എന്നാ പ്രിയപ്പെട്ടവരെ, ഇമാം നബവി എന്ന രണ്ടാം ഷാഫി റഹ്മത്തുള്ളാഹി അലൈഹി തട്ടിയ ഒഴിവാക്കിയ ദുആയാണിത്. കിതാബുൽ വുദൂ ഇബ്നു ബാബുൽ വുദൂൽ അദ്ദേഹം പറയാണ്, ഹദഫ്തു ദുആഉൽ അളാഇ ഇദ്ലാ അസ്ല ലഹു. വുദൂഇന്റെ അവയവങ്ങൾ കഴുകുമ്പോൾ പ്രത്യേകമായി ഉണ്ടാക്കിയ ഈ റെഡിമേഡ് ആ ദുആയെ ഞാൻ ഒഴിവാക്കിയിരിക്കുന്നു. കാരണം അതിന് ഹദീസ് ഗ്രന്ഥങ്ങളിൽ തെളിവില്ല. കിതാബിൽ ആരൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ റസൂലുള്ള വുദൂഇന്റെ അവയവം കഴുകുമ്പോൾ അങ്ങനെ പ്രാർത്ഥന പഠിപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ഇനി ഇത് കഴിഞ്ഞു പോയിന്റെ ശേഷം ഉസ്താദെ മൗലവി നല്ല ദുആഉള്ളതെന്ന് എഴുതി തരീന്ന് പറയാൻ നിൽക്കണ്ട. കേട്ടില്ലേ? അപ്പൊ നല്ലതല്ലേ എന്ന് വിചാരിച്ച് ദീനിലേക്ക് ഒരു കാര്യം കൊണ്ടുവരാൻ ഒരു തെളിവില്ല. ബിദ്അത്ത് എന്ന് പറഞ്ഞാൽ അത് കത്തിക്കുത്തും കൊലപാതകവും വിചാരമല്ല. ദിക്റിന്റെ ദുആന്റെ മേമ്പോട് ചേർത്തിട്ട് വരിക, അടിസ്ഥാനം ഉണ്ടാവുകയില്ല. മനസ്സിലായോ? അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണ്, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നല്ലതല്ലേ എന്നും പറഞ്ഞ് നമ്മൾ കൊണ്ടുവരുന്ന ഈ സാധനത്തിന്റെ അവസ്ഥ ഇതാണ്. ഇനി മാത്രമല്ല, അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉൾപ്പെടെയുള്ള 1.25 ലക്ഷത്തോളം അമ്പിയാ മുർസലുകൾ അതാത് സമൂഹത്തോട് ഏറ്റവും ഉജ്ജ്വലമായി വിളിച്ചു പറഞ്ഞ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്തിന്റെ ഇസ്ലാമിന്റെ ആധാരമേതാ, ആഹ്വാനമേതാ? ഇവിടെ ആമുഖ ഭാഷണത്തിൽ സൂചിപ്പിച്ചല്ലോ, അഫ്ളു മാ ഖുൽതു അന വൻ നബിയൂന മിൻ ഖബ്ലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഞാൻ
ഖുർആനും എനിക്ക് മുമ്പും കഴിഞ്ഞുപോയ അമ്പിയാക്കന്മാർ മുർസലുകള് മുഴുവനും പ്രഖ്യാപിച്ചതിൽ വെച്ച് പഠിപ്പിച്ചതിൽ വെച്ച് ഏറ്റവും ഉജ്ജ്വലമായ ആഹ്വാനമേതാ, മൗലിക സന്ദേശമേതാണ്? ആരാധനക്ക് അർഹൻ അല്ലാഹു മാത്രമേ ഉള്ളൂ. ഇബാദത്തിന് അർഹൻ അല്ല മാത്രം, അവനല്ലാത്ത മറ്റൊരു ഇലാഹുമില്ല. അതുകൊണ്ട് അല്ലാഹുവിന്റെ ഖുർആൻ നമ്മോട് പറഞ്ഞിട്ടുള്ളത് എന്താണ്? സഹോദരങ്ങളെ, വമാ ഖലഖ്തുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ. 51 56 അല്ലാഹു പറഞ്ഞു എന്താ? മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും ഞാൻ പടച്ചിട്ടില്ല, എനിക്ക് മാത്രം ഇബാദത്ത് ചെയ്യാനല്ലാതെ. അടിസ്ഥാനപരമായി നമ്മുടെ ജീവിതത്തിൽ അല്ലാഹ്ക്ക് മാത്രമാണ് നമ്മൾ ഇബാദത്ത് ചെയ്യേണ്ടത്. അതാണ് നമ്മൾ പ്രഖ്യാപിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം. എന്നാ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ അനാചാരങ്ങളിലൂടെ പ്രമാണങ്ങളെ മറികടന്ന് മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരും അവരെ അന്ധമായി പിൻപറ്റുന്ന സഹോദരന്മാരും സഹോദരികളും ഇന്ന് ഈ വിശ്വാസ മേഖലയിൽ എത്തിപ്പെട്ടിരിക്കുന്നത് എവിടെയാണെന്നറിയുമോ? അള്ളാഹുവിന് മാത്രമായി നൽകേണ്ട ഇബാദത്താകുന്ന ഈ ദുആ അള്ളാഹുവിന്റെ പടപ്പുകൾക്ക്, സൃഷ്ടികൾക്ക്, അഥവാ അമ്പിയാക്കൾക്ക്, ഔലിയാക്കൾക്ക്, ശുഹദാക്കന്മാർക്ക് കെട്ടിയർത്ത ജാറങ്ങളുടെ മുമ്പില്, അതുപോലെ തുടങ്ങി പ്രിയപ്പെട്ട സഹോദരങ്ങളെ, റബ്ബിൽ നിന്ന് മാത്രം പ്രതീക്ഷിക്കേണ്ട ഗുണവും ദോഷവും അത് ഉറുക്കിലൂടെ, ഏലസിലൂടെ, ഐക്കല്ലിലൂടെ, അതുപോലെ തന്നെ ഒരു കുപ്പി തൂക്കിയിട്ടാൽ അതിലൂടെ, ബർക്കത്തിന്റെ നാണയങ്ങൾ ഒഴിഞ്ഞു വാങ്ങുന്നതിലൂടെ, ജാറങ്ങളിൽ പോയിട്ട് ഒരു പച്ചറിപ്പൺ ഊതിയിട്ട് അതിങ്ങനെ ജാറം മുത്തിയിട്ടൊന്ന് എടുത്തിട്ടത് വാഹനത്തിൽ കെട്ടിയ, കട ഉദ്ഘാടനത്തിന് വരുമ്പോൾ ഒരു രൂപ ഒന്ന് തങ്ങൾ ഒഴിഞ്ഞിട്ടങ്ങ് വെച്ച് കഴിഞ്ഞാൽ അവിടെ പിന്നെ ബർക്കത്ത് വിളയുമെന്ന് വിശ്വസിക്കുക. അങ്ങനെ അല്ലാഹു തആലയിൽ നിന്ന് മാത്രമായി പ്രതീക്ഷിക്കേണ്ട ഇബാദത്തിന്റെ പരിധിയിൽ വരുന്ന പല കാര്യങ്ങളും ഇന്ന് മുസ്ലിം സമുദായത്തിലെ പണ്ഡിതന്മാരും പാമരായ ആളുകളുമെല്ലാം അള്ളാഹുവിന്റെ സൃഷ്ടികൾക്ക് നൽകുന്നു. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനിന്റെ 60-ാമത്തെ ആയത്തിലൂടെ പറഞ്ഞു എന്താ? വഖാല റബ്ബുക്കും ഉദ്ഊനി, നിങ്ങളുടെ റബ്ബ് നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു, ഉദ്ഊനി, നിങ്ങൾ എന്നോട് ദുആ ചെയ്യണേ, അസ്തജിബ് ലക്കും, ഞാൻ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാം. ഇന്നല്ലദീന യസ്തക്ബിറൂന അൻ ഇബാദതി, ഈ ഇബാദത്താകുന്ന ദുആ എനിക്ക് നൽകുന്നതിൽ ആരെങ്കിലും കിബർ നടിച്ചാൽ, കണ്ടോ, അള്ളാഹ്ക്ക് മാത്രം നൽകേണ്ട ദുആ ആ ഇബാദത്താണത്. ആ ഇബാദത്താകുന്ന ദുആയുണ്ടല്ലോ, ഇസ്തിഹാസയുണ്ടല്ലോ, പ്രാർത്ഥനയുണ്ടല്ലോ, സഹായത്തേറ്റമുണ്ടല്ലോ, എന്ത് പേര് നമ്മൾ വിളിച്ചാലും അല്ലാഹു തആലക്ക് മാത്രമായി നൽകേണ്ടത്. അത് അള്ളാഹിന്റെ സൃഷ്ടികൾക്ക് ജീവിച്ചിരിക്കുന്നവരാകട്ടെ, മരിച്ചവരാകട്ടെ, അത് മഹാത്മാക്കളാകട്ടെ, അത് കല്ലാകട്ടെ, മരമാകട്ടെ, ചിന്നാകട്ടെ, മലക്കാകട്ടെ, സഹോദരങ്ങളെ, അത് പുഴക്കരയിലാകട്ടെ, തോട്ടിലാകട്ടെ, ചുരത്തിലാകട്ടെ, അത് വീട്ടിൽ സമാധാനത്തോടു കൂടി ഇരിക്കുമ്പോഴാകട്ടെ, എവിടെ വെച്ചായാലും അത് അള്ളാന്റെ ഒരു സൃഷ്ടിക്കും നൽകാൻ പാടില്ല. അങ്ങനെ ഒരാളെ അള്ളക്ക് മാത്രം നൽകേണ്ട ദുആയെങ്ങാനും നൽകിയാൽ സയദ്ഖുലൂന ജഹന്നമ ദാഖിരീൻ, അവർ നിന്ദ്യരായി നരകത്തിൽ പോകുന്നതാണെന്ന് ഖാലല്ലാഹു അസ്സ വജൽ, അല്ലാഹുവിന്റെ ഖുർആനാ പറഞ്ഞത്. അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, അള്ളാഹുവിന്റെ ഖുർആൻ നമ്മോട് വളരെ ഗൗരവത്തോടു കൂടി തന്നെ പറഞ്ഞിട്ടുള്ളത് എന്താണെന്നറിയുമോ? വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുള്ളത് 2-ാം അധ്യായം സൂറത്ത് ബഖറ 186-ാമത്തെ ആയത്തിലൂടെ പറയാം. ഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി ഫല്യസ്തജീബൂ ലി വൽയുമിനൂ ബി. അല്ലാഹ് പറയാണെന്ന്, എൻ്റെ അടിമകൾ എന്നെ കുറിച്ച് ചോദിക്കുന്നു റസൂലേ താങ്കളോട്. അല്ലാഹനെ പരിചയപ്പെടുത്താൻ വന്ന ആളാണല്ലോ അല്ലാഹുവിന്റെ ഹബീബ്. അല്ലാഹു തആല വഹയിലൂടെ പരിചയപ്പെടുത്തി കൊടുത്തു, ഖുർആൻ ഇറക്കി പരിചയപ്പെടുത്തി കൊടുത്തു. അതുകൊണ്ട് പറഞ്ഞു കൊടുക്കൂ നബിയേ, ഫഇന്നി ഖരീബ്, അല്ലാഹു അവൻ അവരോട് ഏറ്റവും അടുത്തവനാണ്. നമ്മുടെ സൃഷ്ടാവായ റബ്ബ്, നമ്മുടെ രക്ഷിതാവായ റബ്ബ്, നമ്മെ പോറ്റുന്ന, നമ്മെ പരിപാലിക്കുന്ന അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമ്മളോട് ഏറ്റവും അടുത്തവനാണ്. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, അതുകൊണ്ട് ചോദിക്കുന്നവൻ, ദുആ ചെയ്യുന്നവൻ എന്നോട് ദുആ ചെയ്യട്ടെ. അപ്പൊ ആരോടാ നമ്മൾ ദുആ ചെയ്യേണ്ടത്? അല്ലാഹുവോട് മാത്രം, അല്ലേ? എന്നാ സഹോദരങ്ങളെ, അല്ലാഹുവോട് മാത്രമാണോ ഇന്ന് മുസ്ലിം സമുദായത്തിലെ നമ്മുടെ സഹോദരന്മാർ ദുആ ചെയ്യുന്നത്? അല്ല, മറിച്ച് അല്ലാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് തന്നെ ഇന്ന് മുസ്ലിം സമുദായത്തിലെ സഹോദരന്മാര്, സഹോദരികൾ തന്നെ ഇന്ന് നമ്മുടെ വീടുകളിലെ, പള്ളികളില്, ഇനി വരാൻ പോകുന്ന റബീഉൽ അവ്വൽ മാസത്തിൽ വളരെ വ്യാപകമായി കൊണ്ട് തന്നെ വെള്ള തുണി വിരിച്ച് തലകണക്ക് മുകളില് ഈ തുണി വിരിച്ച് അതിന്മേൽ ആദരവോടുകൂടി നിവർത്തി വെച്ചിട്ട് ഉലുവാനവും കുന്തിരിക്കവും ഊതുപത്തിയും ഒക്കെ കത്തിച്ചു വെച്ച് ആദരവോടുകൂടി
അതോടുകൂടി ഹംദും സ്വലാത്തും ചൊല്ലി തുടങ്ങുന്ന മൗലിദിന്റെ കിതാബുണ്ടല്ലോ, ആ കിതാബിന്റെ ഏടുകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടോ? അതിന്റെ പാട്ടിലൂടെ ആ ബൈത്തിലൂടെ അതിന്റെ അർത്ഥങ്ങൾ നിങ്ങൾ നുകർന്നിട്ടുണ്ടോ? ഇല്ല. പല സഹോദരന്മാരും ഓതുന്ന മുത്തഅല്ലിമീങ്ങളോ പാടിക്കൊടുക്കുന്ന ഉസ്താദന്മാരും വരെ അതിന്റെ അർത്ഥം ഒരു വേള ഗ്രഹിച്ചിട്ടുണ്ടാവുകയില്ലെന്ന് മനസ്സിലാക്കുന്നു റബ്ബേ. സാധാരണക്കാർ ഇതുവരെ അതിന്റെ അർത്ഥം കേട്ടിട്ടില്ല. അവരൊക്കെ വിചാരിച്ചത് മാലിക് ദീനാറും കൂട്ടരും കേരളത്തിലേക്ക് വന്നപ്പോ കക്ഷത്തിൽ വെച്ച് കൊണ്ടുവന്ന മുതലാണ്, അങ്ങനെ തുടങ്ങി വെച്ചതാണ് നാട്. എന്നാൽ ഇത് നമ്മൾ എവിടെ നിന്നാണ് വന്നതെന്നോ, ഇതിന്റെ അപ്പോസ്തലന്മാർ ആരാണെന്നോ, ഇതിന്റെ ഉത്ബോധനന്മാർ ആരാണെന്നോ നമ്മളിവിടെ വിശദീകരിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ അടങ്ങിയിട്ടുള്ള വിശാംശം എന്താണെന്നറിയുമോ? അള്ളാഹിനോട് മാത്രം ദുആ ചെയ്യണമെന്ന് പറഞ്ഞിട്ടുള്ള ഈ ദുആ ഉണ്ടല്ലോ, ഈ ദുആ ഇന്ന് അല്ലാഹുവിന്റെ റസൂലിന് നൽകുന്നതാണ് സഹോദരങ്ങളെ നമ്മൾ കാണുന്നത്. മൗലിദിന്റെ കിതാബിലുള്ള ഏതാനും ദുആകൾ ഞാൻ പാടിത്തരട്ടെയോ? യാ സയ്യിദി യാ റസൂലല്ലാഹി ഖുദു ബിയദി മാലി സിവാക വലാ അൽവി ഇലാ അഹദി. യാ സയ്യിദി എന്റെ നേതാവായ നബിയേ, യാ സനദി എന്റെ അവലംബമേ, ഖുദു ബിയദി എന്റെ കൈ പിടിക്കണേ റസൂലേ, മാലി സിവാക വലാ അൽവി ഇലാ അഹദി. എനിക്ക് നിങ്ങളല്ലാതെ മറ്റാരുമില്ല, ഞാൻ മറ്റൊരാളിലേക്കും മടങ്ങുന്നുമില്ല. നോക്കണം നിങ്ങൾ, ഇത് ആമീൻ പറയുന്ന സഹോദരി പെങ്ങള്, പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ, ടവൽ കെട്ടിയ സദസ്സിലിരിക്കുന്ന രക്ഷിതാക്കള്, ഇത് നാവിലൂടെ വിസർജിക്കുന്ന ഉസ്താദന്മാരെ, എത്രമാത്രം വലിയ ദശാംശമാണ് നിങ്ങൾ ചൊല്ലുന്നത്. അള്ളാഹ്ക്ക് മാത്രം നൽകേണ്ട ദുആയാണ്, വഫാത്തായ നബിതങ്ങൾക്ക് നൽകുകയാണ്. വിശുദ്ധ ഖുർആനിലൂടെ എന്താണ് അല്ലാഹു തആല പറഞ്ഞത്, പഠിപ്പിച്ചത് സഹോദരങ്ങളെ? അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. അല്ലാഹു അവനല്ലാതെ ആരാധനക്ക് അർഹൻ മറ്റാരുമില്ല. അവൻ എന്നെന്നും ജീവിച്ചിരിക്കുന്നവനാണ്, എല്ലാറ്റിനും കഴിവുള്ളവനാണ്. ലാ തഖുദുഹു സിനതു വലാ നൗം. അവൻ ഉറക്കമില്ല മയക്കമില്ലാത്തവനാണ്. സൂറത്ത് ഖാഫിലൂടെ അല്ലാഹു പറഞ്ഞു, വനഹ്നു അഖറബു ഇലൈഹി മിൻ ഹബ്ലിൽ വരീദ്. അവൻ നിങ്ങളുടെ കണ്ണനാടിയേക്കാൾ നിങ്ങളോട് അടുത്തവനാണ്. മറ്റൊരു അധ്യായത്തിൽ അല്ലാഹു പറഞ്ഞു, യഅലമു ഖായിനത്തൽ അയുനി വമാ തുഖ്ഫി സുദൂർ. നിങ്ങളുടെ കണ്ണിന്റെ കട്ടുനോട്ടങ്ങൾ, നിങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ മറച്ചു വെച്ചത് മുഴുവനും അറിയുന്നവനാണ് അല്ലാഹു. ഈ റബ്ബിന്റെ മഹത്വം ഖുർആൻ പഠിപ്പിച്ചിട്ട് അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രിയപ്പെട്ടവരെ നമ്മോട് പറയുകയാണ്. എന്ത്? അല്ലാഹുവിന്റെ റസൂല് പറയാണ്, യാ അയ്യുഹന്നാസ്, ഏ ജനങ്ങളെ, തൂബു ഇലല്ലാഹി വസ്തഗ്ഫിറൂ, നിങ്ങൾ അല്ലാഹുവിലേക്ക് ഖേദിച്ചു മടങ്ങണേ, ഇസ്തിഗ്ഫാർ ചെയ്യണേ. അല്ലാഹുവിനോടാണ് നമ്മൾ പാപമോചനം തേടേണ്ടത്. കാരണം എന്താ? ഖുർആനിൽ നിങ്ങളുടെ പാപം നിങ്ങൾക്ക് പുറത്തു തരാൻ അല്ലാഹുവല്ലാതെ മറ്റാരാണോ ഉള്ളത്? കുമ്പാരമായി നീ തെറ്റ് ചെയ്താൽ തന്നെയോ, നീട്ടുന്ന കൈ തട്ടാത്തറപ്പാ പിന്നെയോ, റബ്ബേ എനിക്ക് നീ അല്ലാതാരുമില്ല എന്നും പറഞ്ഞ് നീ തേടണം വല്ലാതെ. സഹോദരങ്ങളെ, അമ്പിയാക്കളുടെ പാരമ്പര്യം അതല്ലേ? ഔലിയാക്കളായ അസ്ഹാബുൽ കഹ്ഫിന്റെ പാരമ്പര്യം അതല്ലേ? ബീബിമാരായ മറിയം ബീബി റളിയല്ലാഹു അൻഹ, ആസിയ ബീബിയുടെ പാരമ്പര്യം ഖുർആൻ പഠിപ്പിച്ചില്ലേ? ലോകത്തിന്റെ നേതാവ്, നമ്മുടെ നേതാവ്, ഖിയാമത്ത് നാൾ വരെയുള്ള മുസ്ലിം ഉമ്മത്തിന്റെ മനുഷ്യരുടെ നേതാവ്, സയ്യിദുനാ ഹബീബുനാ ഇമാമുൽ ഖിബ്ലത്തൈൻ ഇമാമുൽ അറബൈൻ ഹബീബ് റബ്ബുൽ ആലമീൻ ലോകത്തോട് പ്രഖ്യാപിച്ചു. 72-ാം അധ്യായം സൂറത്ത് ജിന്ന് 18-ാമത്തെ ആയത്ത് 20-ാമത്തെ ആയത്ത് എന്താ? ഖുൽ പറയൂ നബിയേ, അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പറയാ, ഉറക്കെ വിളിച്ചു പറയൂ റസൂലേ ലോകത്തോട്, ഇന്നമാ ദുആ റബ്ബി, ഞാൻ എൻ്റെ അല്ലാഹുവിനോട് മാത്രമേ ദുആ ചെയ്യുള്ളൂ, വലാ ഉശ്രികു ബി അഹദാ, അതിൽ ഞാൻ ഒരാളെയും പങ്കു ചേർക്കൂല. ഇങ്ങനെ കറകളഞ്ഞ ഇസ്ലാമിന്റെ തൗഹീദ് ലാ ഇലാഹ ഇല്ലല്ലാഹ്, അതിനെ തകർക്കാതെ സ്വഹാബത്ത് ജീവിച്ച സഹോദരങ്ങള്, അവർ അല്ലാഹുവിനോട് മാത്രമാണ് മുഴുവനും ദുആ ചെയ്തത്. താബികളും താബികളും ഇമാമുകളും മുഴുവനും അല്ലാഹുവിനോട് മാത്രമാണ് ദുആ ചെയ്തത്. എന്നാൽ ഇന്ന് പണ്ഡിതന്മാർ മൗലിദിലൂടെ ആരോടാ ദുആ ചെയ്യുന്നത്? ഇർതഖബതു അലൽ ഖാത
ارتقبت على الخطا غير حسر وهذا لك أشكو فيه يا سيدي خير النبي കുറ്റമെന്ന വാഹനമിൽ അറ്റമില്ല ഞാൻ കേറി തങ്ങളോടന്യായം ഞാൻ സയ്യിദി ഖൈറൻ നബിയെ ഒരുപാട് തെറ്റുകുറ്റങ്ങൾ ചെയ്ത ആളാണ് നബിയെ ഞാൻ. അതുകൊണ്ട് എൻ്റെ പാപഭാരങ്ങൾ മുഴുവനോ ഇതാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇറക്കി വെക്കുകയാണ്. വഫാത്തായ മദീനയിൽ വിശ്രമിക്കുന്ന നബി തങ്ങളോട് ഇവിടെ വെച്ചുകൊണ്ട് പള്ളിയിലും വീട്ടിലും ബുർദാ മജ്‌ലിസിലും വെച്ച് ദുആ ചെയ്യുന്ന മുസൽമാനെ, അതിനാമീൻ പറയുന്ന മുസൽമാനെ, അള്ളാന്റെ ഹബീബ് പ്രഖ്യാപിച്ച അള്ളാഹിനോട് മാത്രമേ ദുആ ചെയ്യൂ, അതിൽ ഞാൻ ആരെയും പങ്കുവെക്കൂല എന്ന തൗഹീദ് നീ വലിച്ചെറിഞ്ഞില്ലടാ സഹോദരാ. പൊന്നു പെങ്ങളെ നീ അതിനാമീൻ പറഞ്ഞില്ലേ? ഉമ്മമാരെ നിങ്ങളത് സത്യമാണെന്ന് വിശ്വസിച്ചില്ലേ? അമലുകൾ പൊളിഞ്ഞു പോകുന്ന ഭയാനകരമായ ശിർക്കല്ലേ അതിലൂടെ വരുന്നത്? കാരണം അല്ലാഹു അവന്റെ ഖുർആനിലൂടെ പറഞ്ഞിട്ടുള്ളത് എന്താ? സൂറത്ത് ഫാത്തിറിലൂടെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താ? 14-ാമത്തെ ആയത്തിൽ 13-ലൂടെ പഠിപ്പിച്ചിട്ടുള്ളത് എന്താ? സൂറത്ത് റഅദിന്റെ 13-14 പഠിപ്പിച്ചിട്ടുള്ളത് എന്താ? ദാലികും അല്ലാഹു റബ്ബുക്കോ, അങ്ങനെയുള്ളവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. ലഹുൽ മുൽക്കു, അവനാകുന്ന സർവ്വരാജാധികാരവും. വല്ലദീന തദഊന മിൻ ദൂനി, അവന് പുറമെ നിങ്ങൾ ആരെയൊക്കെ വിളിച്ചു തേടുന്നു. മാ യംലിഖൂന മിൻ ഖത്മീർ, അവരൊന്നും ഒരു ഈത്തപ്പഴക്കുരുവിന്റെ പാട പോലും ഉടമപ്പെടുത്തിയിട്ടില്ല. എന്തിനാണ് അള്ളാഹ് അങ്ങനെ ഈത്തപ്പഴം പറഞ്ഞത്? അറബികൾക്ക് പരിചയമുള്ള ഫ്രൂട്ട്സ് ആണ് ഈത്തപ്പഴം. ആ ഈത്തപ്പഴത്തിനകത്തുള്ള കുരു എത്ര നിസാരമാണ്! അതിനേക്കാൾ നിസാരമാണ് പൊളിച്ചാൽ കിട്ടാത്ത അതിന്റെ മുകളിലുള്ള കട്ടി കുറഞ്ഞ പാട. അള്ളാന്റെ ഉദാഹരണം നോക്കണം. ആ ഈത്തപ്പഴത്തിനെയല്ല, അതിന്റെ കുരുവിനെയല്ല, അതിന്റെ മുകളിലുള്ള കട്ടിയുള്ള പാടയെക്കാളും നിസാരമാണ്. അല്ല പറയാണ് മാ യംലിഖൂന മിൻ ഖത്മീർ, നിങ്ങൾ ഇന്ന് വിളിച്ചു തേടുന്നവരെ ഈത്തപ്പഴക്കുരുവിന്റെ പാടയെ പോലെയാണ്, അതിനേക്കാളും ദുർബലമാണ്. അതുകൊണ്ട് ഇൻ തദഊ, നിങ്ങളവരെ വിളിച്ചു തേടിയാൽ ലാ യസ്മഊ ദുആക്കും, നിങ്ങളെ ദുആ അവർ കേൾക്കൂല. വലൗ സമീഉ, കേൾക്കുമെന്ന് നിങ്ങൾ വാദിച്ചാലോ മസ്തജാബൂ ലക, അവർ നിങ്ങൾക്ക് ഉത്തരവും ചെയ്യൂല. വയൗമൽ ഖിയാമത്തി യഗ്ഫുറൂന ബിശിർക്കിക്കും, ഖിയാമത്ത് നാളില് ഈ മഹാന്മാരായ അമ്പിയാക്കള്, ഔലിയാക്കള്, സ്വാലിഹീകള്, സിദ്ദീഖുകള്, ജാറത്തിൽ കിടക്കുന്നവരൊക്കെ അവിടെ വരുമ്പോ ഇത് അഹ്ലു സുന്നയാണ്, നിങ്ങൾ ഞങ്ങളുടെ പേരിൽ ആണ്ടും നേർച്ചയും ഉറൂസും അതുപോലെ ഞങ്ങളെ വിളിച്ച് തേടിയതുമൊക്കെ വളരെ നല്ല സുന്നത്യമായിട്ടാണ്, അൽഹംദുലില്ലാഹ് ഞങ്ങളുണ്ട് എന്നല്ല. അല്ല പറയുന്നത് വയൗമൽ ഖിയാമത്തി യഗ്ഫുറൂന ബിശിർക്കിക്കും, നിങ്ങൾ ചെയ്ത ഈ ശിർക്കിനെ അവർ നിഷേധിക്കുന്നതാണ്, അംഗീകരിക്കുന്നല്ല പറഞ്ഞത്. എന്നിട്ട് അല്ല ഈ ആയത്ത് അവസാനിപ്പിക്കുന്ന എങ്ങനെ അറിയാം സഹോദരങ്ങളെ? ചിന്തിക്കാൻ വേണ്ടി പറയാൻ, വലാ യുനബ്ബിഉക മിസ്ലു ഖബീർ, ഈ കാര്യങ്ങൾ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ സൂക്ഷ്മജ്ഞാനിയായ അല്ലാഹനെ പോലെ വേറെ ഒരാളില്ല. ഉണ്ടോ? അവിടെ എത്തിയിട്ട് ഇത് വയല് പറഞ്ഞ പോലെ തന്നെ സത്യമായിരുന്നു എന്ന് പറഞ്ഞാൽ തിരിച്ചു വരാൻ അവസരം ഉണ്ടോ? ഉണ്ടോ? 75-ാം അധ്യായം സൂറത്ത് ഖിയാമ 30-ാമത്തെ ആയത്ത്, ഇലാ റബ്ബിക യൗമഇദിൽ മസാഖ്, എന്നേക്കുമായി റബ്ബിന്റെ കോടതിയിലേക്കുള്ള യാത്രയാ, തിരിച്ചു വരാൻ പറ്റൂല മരണത്തിലൂടെ. അതുകൊണ്ട് ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധികളിലും റബ്ബിന്റെ മഹത്വം മനസ്സിലാക്കി അവന്റെ ഉന്നതമായ നാമങ്ങൾ മനസ്സിൽ വെച്ച് അവനോട് മാത്രം നമ്മൾ ദുആ ചെയ്യുക, അവനെ മാത്രം ബലമേൽപ്പിക്കുക. ഫമയ്യ തവക്കൽ അലല്ലാഹ്, ആര് അല്ലാഹു തആലയിൽ അവന്റെ ജീവിതത്തെ ബലമേൽപ്പിക്കുന്നുവോ ഫഹുവ ഹസ്ബുഹു, അവൻ അല്ലാഹു തആല മതിയായവനാണ്. മാത്രമല്ല ഇന്നല്ലാഹു ബാലിഉ അംരിഹി ഖദ് ജഅലല്ലാഹു ലികുല്ലി ഷൈഇൻ ഖദറാ, സൂറത്ത് ഖാഫിൽ അല്ലാഹ് പറയാ, ഓരോ കാര്യത്തിനും അല്ലാഹു തആല ഓരോ ഖദർ നിശ്ചയിച്ചിട്ടുണ്ട്. അത് മുൻകടക്കാനോ അതിനെ ചുരുക്കാനോ ഒരു മഖ്ലൂഖിനും സാധ്യമല്ല. അല്ലാഹുമ്മ ലാ മാനിയ ലിമാ അഅതൈത വലാ മുഅതിയ ലിമാ മനഅത വലാ റാദ ലിമാ ഖളൈത, അല്ലാഹുവേ നീ തന്നതിനെ തടയാനോ നീ തടഞ്ഞതിനെ തരാനോ നിന്റെ ഖലാകളെ റദ്ദ് ചെയ്യാനോ ഒരാൾക്കും സാധ്യമല്ലെന്ന് നമസ്കാര ശേഷം നമ്മൾ പ്രാർത്ഥിച്ചിട്ട് പിന്നെ എങ്ങനെയാണ് മുസൽമാനെ നിന്റെ ജീവിതത്തിൽ മുറാദ് ഹാസിലാകാൻ കെട്ടിയത്തെ ജാറങ്ങളിൽ നീ പോകണത്? അവിടെ പോയി ദുആ ചെയ്യുന്നത്? മമ്പറ മഖാമുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇറങ്ങിയിട്ടുള്ള ഒരു മാലയുണ്ട്, മൗലിദുണ്ട്. അതിൽ പറയാണെന്തോ, തെറ്റുകുറ്റം മൂത്ത പാപിയുടെ കൽബകത്തെ കുറ്റമറ്റേതാക്കിടേണ് മമ്പുറത്തെ മുത്തേ,
തെറ്റ് ചെയ്തു പോയ കൽബ്. സഹോദരങ്ങളെ, ആരോടാ വിങ്ങിപ്പൊട്ടി പ്രാർത്ഥിക്കേണ്ടത്? 39-ാം അധ്യായം സൂറത്ത് സുമർ. മറിച്ചു നോക്ക്, നിന്റെ ഹൃദയത്തില് ഈമാൻ പറ്റിയിട്ടില്ലെങ്കിൽ, പിടിക്കുന്ന ഈമാൻ ഉണ്ടെങ്കിൽ സഹോദരാ, 53-ാമത്തെ ആയത്തൊന്ന് മറിച്ചു നോക്കിക്കോ. മുജാഹിദ് മൗലവിമാർ എഴുതിയ ഖുർആന്റെ തഫ്സീർ നീ നോക്കണ്ട. ശിഹാബ് തങ്ങന്മാർ എഴുതിയ, അതുപോലെ തന്നെ വാഖഫിമാർ എഴുതിയ, ഫൈസിമാർ എഴുതിയ അനവധി തഫ്സീറുകൾ സമസ്തക്കാർക്കുണ്ടല്ലോ. ഖുർആനിന്റെ പരിഭാഷ എത്രയെത്ര മാസികളും വീക്കിലുകളും പൈങ്കിളികളും അനാവശ്യമായി വാങ്ങി പൈസ തള്ളുന്ന സഹോദരാ നീ. എന്നാൽ അള്ളാന്റെ ദീന് പഠിക്കാൻ ഇന്നു മുതൽ ഞാൻ ഖുർആന്റെ പരിഭാഷ സമസ്താലയത്തിൽ പോയി ഞാൻ വാങ്ങട്ടെ എന്ന് വിചാരിച്ചോ? ഞങ്ങൾക്കതിന് പേടിയുമില്ല. കാരണം എന്താണെന്നറിയോ? ആ ഖുർആനിന്റെ പരിഭാഷകൾക്ക് അർത്ഥം സത്യമാണ്, തഫ്സീറുകൾ സത്യസന്ധമായിട്ടാണ് മുൻഗാമികൾ കൊടുത്തിട്ടുള്ളത്, മുൻഗാമികളായ ആളുകൾ എഴുതിയിട്ടുള്ളത്. അതുകൊണ്ട് ആ തഫ്സീറുകൾ ഇന്ന് തന്നെ നിങ്ങൾ പോയി വാങ്ങിക്കോ. അതിലുള്ള അർത്ഥമാണ് ഞാൻ പറയുന്നത്. 39-ാം അധ്യായം സൂറത്ത് സുമർ 53-ാമത്തെ ആയത്ത് എന്താ അല്ലാഹ് പറയാ? കുൽ, പറഞ്ഞു കൊടുക്കുന്ന കുൽ. പിന്നെ അല്ലാഹു തആല പറയാണെന്ന് വിശുദ്ധ ഖുർആൻ പറയുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിളിച്ചുകൊണ്ട് പറയുകയാണെന്ന് സ്വന്തം നഫ്സിനോട്. എപ്പോഴും ഓതുന്ന ആയത്താണ് 39-ാം സൂറത്ത് സുമർ 53. قل يا عبادي الذين أسرفوا على أنفسهم لا تقنطوا من رحمة الله. സ്വന്തം നഫ്സിനോട് അങ്ങേയറ്റ പാപം ചെയ്തു പോയ എൻ്റെ അടിമകളെ അല്ലാഹ് വിളിക്കുകയാണെന്ന്, എൻ്റെ അടിമകളെ, ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. അല്ലാഹുവിൻ്റെ പാപമോചനത്തെ തൊട്ട് റബ്ബ് പുറത്തു തരുമോ ഇല്ലേ എന്ന് ബേജാറിങ്ങൾക്ക് വേണ്ട. ഇന്നല്ലാഹ യഗ്ഫിറു ദുനൂബ ജമീഅ. അല്ലാഹു അങ്ങേയറ്റ പാപം പൊറുക്കുന്നവനാണ്, വിശാലമായി കരുണ ചെയ്യുന്നവനാണ്. പല ആളുകളും ഇന്ന് വിശ്വസിച്ചിട്ടുള്ളത്, വിചാരിച്ചിട്ടുള്ളത് എന്താ അറിയോ? നമ്മളൊക്കെ എത്ര പാപം ചെയ്തവരാ. കള്ളുകുടിയുണ്ട്, ചീട്ട് കളിച്ചിട്ടുണ്ട്, പലിശക്ക് പണം കൊടുത്തിട്ടുണ്ട്, സ്ത്രീധനം വാങ്ങിയിട്ടുണ്ട്, അന്യന്റെ മുതൽ കെട്ടിട്ടുണ്ട്, അളവിലും തൂക്കത്തിലും കൃത്രിമം കാണിച്ചിട്ടുണ്ട്, അതുപോലെ വാപ്പാനെ പറ്റിച്ചിട്ടുണ്ട്, കുടുംബത്തെ പറ്റിച്ചിട്ടുണ്ട്. അങ്ങനെ പലതും ഞാൻ ചെയ്തിട്ടുണ്ട്. നിസ്കാരത്തിൽ വീഴ്ച വരുത്തിയിട്ടുണ്ട്, നോമ്പ് ഒഴിവാക്കിയിട്ടുണ്ട്. അങ്ങനെ പലതും ചെയ്ത ഞാൻ അള്ളാഹിനോട് മാത്രം ദുആ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. അല്ലാഹ് ഇഷ്ടപ്പെട്ട തൃപ്തിപ്പെട്ട മഹാന്മാരോടും കൂടെ നമ്മളെ കാര്യം അങ്ങ് പറഞ്ഞാൽ അവർ അള്ളാഹിനോട് നമ്മളെ കാര്യം പറയുമ്പോൾ നമുക്ക് കാര്യം അങ്ങ് പെട്ടെന്ന് ശരിയായി കിട്ടും. സഹോദരങ്ങളെ, ചിന്തിച്ചാൽ നല്ലൊരാശയമായി തോന്നും. അതിന് ചിലപ്പോൾ ഉദാഹരണം പറയാറുണ്ട് മുസ്ലിയാക്കന്മാരെന്താ? മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയിലേക്ക് നേരെ പോയി നീ ഒരു നിവേദനം കൊടുത്താൽ സ്വീകരിക്കൂല. അതിനെന്ത് വേണം? ഒന്നുകിൽ ഇവിടുത്തെ പ്രശസ്തനായ MLA-ൻ്റെ MP-ൻ്റെ ഒക്കെ ഒരു ലെറ്റർ വേണം, അല്ലെങ്കിൽ ജില്ലാ പ്രസിഡന്റിൻ്റെ എഴുത്ത് വേണം. അപ്പോൾ ഇന്ന ആളാണ്, നമ്മൾ പ്രത്യേകം പ്രവർത്തന മേഖലയിലുള്ള ആളാണ്, വമ്പിച്ച വോട്ട് ബാങ്കാണ്,